നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമെതിരെ മുൻപും പല താരങ്ങളും പല സംവിധായകരും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തവണ മമ്മൂട്ടിക്കെതിരെ വിമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത് KG ജോർജാണ്. ഇലവങ്കോട് ദേശം എന്ന തന്റെ ചിത്രം പരാജയപ്പെടാൻ കാരണം പ്രധാന വേഷം ചെയ്ത മമ്മൂട്ടിയാണെന്ന് നേരത്തെ തന്നെ പല സന്ദർഭങ്ങളിലും KG ജോർജ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ ഫ്ലാഷ് ബാക്ക് എന്റെയും സിനിമയുടെയും എന്ന പേരിൽ പുറത്തിറക്കിയ അദ്ദേഹത്തിന്റെ ആത്മകഥയിലും മമ്മൂട്ടിക്കെതിരായ ആരോപണങ്ങൾ ശക്തമാണ്. മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ ഇലവങ്കോട് ദേശമാണ് KG ജോർജിന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം. അതിനുശേഷം ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടില്ല. ആ സിനിമ പരാജയപ്പെടാനുണ്ടായ കാരണം മമ്മൂട്ടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മമ്മൂട്ടി എന്ന താരത്തിന്റെ രീതികൾ തനിക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നുവെന്ന് KG ജോർജ് പറയുന്നു. അതുവരെ എനിക്കറിയാവുന്ന മമ്മൂട്ടി ആയിരുന്നില്ല അത്. അല്ലെങ്കിൽ എന്റെ ആദ്യകാല ചിത്രങ്ങളിൽ അഭിനയിക്കാനെത്തിയ ആളായിരുന്നില്ല. ചിത്രത്തിന്റെ പരാജയത്തിന് അത് പ്രധാന കാരണമായി, KG ജോർജ് പറയുന്നു. സംവിധായകൻ എന്ന നിലയിൽ എന്റെ സങ്കല്പങ്ങൾക്ക് ഇണങ്ങുന്ന വിധത്തിലുള്ള സംഭാവനയാണ് ഏതൊരു അഭിനേതാവിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഭിനേതാവ് സ്വന്തം താല്പര്യങ്ങൾക്കും ഇമേജിനും ഗുണകരമായി മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ നടിക്കാൻ തുടങ്ങുന്നിടത്ത് സംവിധായകന്റെ സിനിമ അവസാനിക്കുന്നു. അത് ഒരു തരത്തിലും സിനിമയ്ക്ക് ഗുണകരമാകില്ല. അവസാന സിനിമയിൽ മമ്മൂട്ടിയിൽ നിന്നുണ്ടായത് ഇത്തരം അനുഭവങ്ങളാണ്. തന്നിലെ നടനെ കണ്ടെത്തിയത് ദേവലോകം എന്ന ചിത്രത്തിൽ അവസരം നൽകിയ MD വാസുദേവൻ നായരും വളർത്തിയത് വ്യത്യസ്തവും ശ്രദ്ധേയവുമായ വേഷങ്ങൾ നൽകിയ KG ജോർജ് എന്ന സംവിധായകനുമാണെന്ന് മമ്മൂട്ടി പറഞ്ഞതായി എവിടെയോ കണ്ടു. അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളെ ഓർമ്മിച്ചാൽ അത് ശരിയുമാണ്. വളർന്നു വരുന്ന ഒരു താരത്തിന് എന്റെ സിനിമകൾക്ക് നൽകിയിരുന്ന അറ്റൻഷൻ തുടർന്ന് നൽകാൻ കഴിയാത്തതിൽ എനിക്ക് പരിഭവമില്ല. കാരണം എന്റെ സംസ്കാരത്തെയോ പാരമ്പര്യത്തെയോ തിരുത്താൻ അദ്ദേഹത്തിന്റെ മനസ്ഥിതി കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ സിനിമാ പ്രവർത്തനം പഴയ രീതിയിൽ തുടരാനാകില്ല എന്ന തീരുമാനത്തിലേക്ക് നയിക്കാൻ അത്തരം അനുഭവങ്ങൾക്കായി എന്നും KG ജോർജ് ആത്മകഥയിൽ തുറന്നടിക്കുന്നു. കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.